പിന്നെ ഇതാ ഒരു ബൗൾ നിറച്ച് ചിന്നമുട്ട. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഇത് പുട്ടുപൊടിയാണ്, പക്ഷേ നമ്മൾ നോർമൽ പുട്ടുപൊടിയല്ല. നമ്മൾ ചോറൊക്കെ വയ്ക്കുന്ന റൈസ് ഉണ്ടല്ലോ, മട്ട റൈസാണ് ഇവിടെ യൂസ് ചെയ്യാറ്. അതൊരു 4 മണിക്കൂർ കുതിർത്തിയിട്ട് വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടുപൊടി കിട്ടും. അപ്പം ഞാനെപ്പോഴും പുട്ടിൽ ജീരകവും ചെറിയുള്ളിയൊക്കെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ആഡ് ചെയ്യുന്നത്. ഒരുപാട് റെസിപ്പീസ് കൊറോണയുടെ ടൈമിൽ വന്നിട്ടുണ്ട് ഇതുപോലെ റൈസ് വെച്ചിട്ട് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിക്ക് ഫുഡ് കൊടുക്കാൻ ഇന്ന് പഴമാണ് കുഞ്ഞിക്ക് മോർണിംഗിൽ കൊടുത്തത് കേട്ടോ. കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ പാർട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്സിൽ കൂടുതലും ചിന്നമുട്ടയായിരുന്നു. ഞാൻ ഒരുപാട് റീൽസ് ഇപ്പോൾ ഈയിടെയായിട്ട് കണ്ടിട്ടുണ്ട്. കോഴിക്കോട് ആ ഏരിയയിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ ചിന്നമുട്ടക്കറി സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ഹോട്ടൽസ് ഉണ്ടെന്ന്. അപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഇത് ഡ്രൈ ആക്കിയിട്ട് എടുക്കാറ്, അങ്ങനെ ഗ്രേവി ടൈപ്പിൽ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇവിടെ ഇപ്രാവശ്യം നമ്മൾ ഡ്രൈ ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലി, പെരിഞ്ചീരകം ഇതൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ മല്ലിയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകമാണ് കേട്ടോ എടുക്കുന്നത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഉണക്കമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളക് ഉണക്കിയതാട്ടോ, അതുകൊണ്ട് അത്യാവശ്യം സ്പൈസിയാണ്. ഒരു 6 മുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിനി ഇതിൽ കുരുമുളകും കൂടെ ആഡ് ചെയ്യും, അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അത് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കുക. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനിവിടെ ഒരു 2 സവാള മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടായാലും ആഡ് ചെയ്യാം. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തത്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടെ ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ റോസ്മെല്ലൊക്കെ പോകുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടി ആട്ടോ ആഡ് ചെയ്യുന്നത്. എരിവുള്ള മുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എരിവ് ഓക്കെ ആണെങ്കിൽ ആഡ് ചെയ്യാൻ കുഴപ്പമില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണോളം കാശ്മീരി മുളകാണ് ആഡ് ചെയ്തത്. ഇനി അതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ലിവറും അതുപോലെ മാങ്ങ അതും ആഡ് ചെയ്യാം. നമ്മൾ തൃശ്ശൂരൊക്കെ ഇതിനെ മാങ്ങുന്ന ആട്ടോ പറയാം, ഗിസാഡ്. അപ്പോൾ അതും ആഡ് ചെയ്തിട്ടുണ്ട്. എഗ്ഗ് ഞാൻ ലാസ്റ്റ് ആട്ടോ ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്യണതിൻ്റെ ഇടയിൽ അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ പൊട്ടും. അപ്പോൾ ആദ്യം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ നമുക്ക് എഗ്ഗും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് മാറ്റിയിട്ട് ഒരു ചെറിയ പീസ് ലിവർ ഇട്ടിട്ട് ഒരു 2 വിസിൽ വേവിക്കാൻ വെച്ചു. ഇത് കുഞ്ഞിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞിക്ക് റൈസ് വലിയ ഇഷ്ടമില്ല, പക്ഷേ ലിവർ ആൾ കഴിക്കും. അപ്പോൾ റൈസ് ആളിത് അധികം കഴിച്ചൊന്നുമില്ല, പക്ഷേ ലിവർ ഫുള്ള് കഴിച്ചു കേട്ടോ. നമ്മൾ മൂടി വെച്ച ലിവറിൽ നിന്ന് അധികം വെള്ളമൊന്നും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 5 മിനിറ്റോളം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എഗ്ഗും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു ബൗൾ നിറച്ച് എഗ്ഗ് ഉണ്ട്, ഒരു 1/2 കിലോൻ്റെ അടുത്ത് എഗ്ഗ് തന്നെ ഉണ്ട്. അതുകൊണ്ട് ലിവറും മാങ്ങൊക്കെ കുറവായിരുന്നു. അപ്പോൾ അത് പൊട്ടാണ്ട് ഇട്ട് കൊടുക്കുക. ഇത് കണ്ടോ, ഷെല്ല് ആവാത്ത എഗ്ഗാട്ടോ. നാളേക്ക് ആവേണ്ട അതാണെന്ന് തോന്നണു, അത്രയും ആയിട്ടുണ്ടത്. അങ്ങനത്തെ 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ പൊട്ടാണ്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ഒന്ന് കട്ടി വയ്ക്കുമല്ലോ, അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് മൂടി വെച്ചപ്പോൾ തന്നെ എല്ലാം കളറൊക്കെ മാറി ഒന്ന് എന്താ പറയുക ബലം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. ഇനിയൊരു 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി റോസ്റ്റ് ചെയ്ത് വെച്ച മസാല ഉണ്ടല്ലോ, അതൊരു 3 ടേബിൾ സ്പൂൺ 3.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ടായിരുന്നു. അത് മൊത്തം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് കോട്ട് ചെയ്ത് വരുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റ് ആവണ സമയത്ത് കുറച്ച് ക്രഷ് ചെയ്ത പെപ്പർ പൗഡർ, ക്രഷ് ചെയ്തതാണ് കേട്ടോ നല്ലത്. പൗഡർ ഫോമിലുള്ളതിനെക്കാട്ടും നല്ലത് ക്രഷ് ചെയ്തതാണ്. അതും കുറച്ചധികം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നന്നായി നമ്മുടെ മസാല ഇതിൽ കോട്ടായി വന്നിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ആ റെസിപ്പി അത്രേ ഉള്ളൂ. ഇനി നമുക്ക്
ഈ ചീര നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലുലുവിലൊക്കെ വൻതിറത്തിന് ചെറിയൊരു ബണ്ടിലായിട്ട് കാണാം. ഇതാണ് വാട്ടർ സ്പിനാച്ച് കേട്ടോ. നമ്മുടെ നാട്ടിൽ വയൽച്ചീര എന്നൊക്കെ പറയും. അപ്പോൾ പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് സ്റ്റൗമ്മലൊന്നും പൊട്ടിത്തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂടി വെച്ചേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു സവാള കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് സോട്ട് ചെയ്ത് വരട്ടെ കേട്ടോ. ആ സമയത്ത് നമുക്ക് ചീരയും കൂടെ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കട്ട് ചെയ്യാൻ കുറച്ച് പാടാട്ടോ. കൈ കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഇപ്പോൾ കാണുമ്പോണ്ട്, പക്ഷേ ചൂട് തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയാവും. കണ്ടില്ലേ, ഇപ്പോൾ ഇത്രയായി. ഞാൻ മൂടി വെച്ചിട്ട് ഒരിക്കലും ചീര കുക്ക് ചെയ്യാറില്ല കേട്ടോ. കാരണം വെള്ളം പിന്നെയും അതിലേക്ക് വരുന്ന കാരണം ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാറില്ല. ഓപ്പണാക്കി വെച്ച് സ്ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യാറ്. അപ്പോൾ അതൊന്ന് കുക്കായി വരുന്ന സമയത്ത് നാളികേരവും പച്ചമുളകും മാത്രം ഒന്ന് അരച്ചെടുത്തതാട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത പോലെ, നല്ല രീതിയിൽ അരയണ്ട. ഇനി അതൊന്ന് ഈ ചീര കൊണ്ട് തന്നെ മൂടി വയ്ക്കുക. കാരണം ലിഡ് വെച്ച് മൂടുന്നില്ല. ഇനി ആ തേങ്ങയിലേക്കൊന്ന് ആവി കയറുന്ന സമയത്ത് നമുക്കതൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചീര നല്ല വിട്ട് വിട്ട് നിൽക്കും. അല്ലെങ്കിൽ എന്താ പറയുക, വെള്ളം കൂടി ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞിരിക്കുള്ളൂ നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോൾ. ഇങ്ങനെ ആകുമ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ചിലത്തെ മെനു. പിന്നെ ഉള്ളത് പ്രോൺസ് കറിയാണ്. അത് ഉരുളക്കിഴങ്ങിട്ട് വെച്ചതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രോൺസിൽ ഇതുപോലെ ഉരുളക്കിഴങ്ങിട്ട് വെക്കുന്നത്. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച കറി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ ലഞ്ച് എല്ലാം സെറ്റായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെമ്മീൻ കറി മാത്രം മതി കേട്ടോ ചോറ് വയ്ക്കാൻ. ചെമ്മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.